ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. 7th ആട്രിബ്യൂട്ട് ഈസ് ലെഫ്റ്റ് മാർജിൻ. നമുക്ക് വെബ്സൈറ്റിനകത്തൊരു മാർജിൻ സ്പേസ് വിടാം. അത് എത്ര പിക്സൽ വേണം എന്ന് പറഞ്ഞു കൊടുക്കാം. അതാണ് ലെഫ്റ്റ് മാർജിൻ. അതിൻ്റെ വാല്യൂ ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ ടോപ്പ് മാർജിൻ, ടോപ്പിൽ എത്ര സ്പേസ് വിട്ടിട്ടാണ് എഴുത്ത് വരേണ്ടത്. ദാറ്റ് ഈസ് ദ ടോപ്പ് മാർജിൻ. ഇത്രയാണ് ബോഡി ടാഗിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്. ഇനി ഒരു വെബ്സൈറ്റിനകത്ത് അത്യാവശ്യം വേണ്ട മറ്റൊരു സംഗതിയാണ് ഹെഡിങ്ങുകൾ കൊടുക്കേണ്ടി വരും. മെയിൻ ഹെഡിങ് വേണ്ടി വരും, സബ് ഹെഡിങ് വേണ്ടി വരും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഫോണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. മെയിൻ ഹെഡിങ് ആണെങ്കിൽ വലിയ സൈസായിരിക്കും, സബ് ആണെങ്കിൽ കുറച്ച് സൈസ് കുറവായിരിക്കും. ഇങ്ങനെ ഹെഡിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫോണ്ടിൻ്റെ സൈസും ഇതൊക്കെ പറയുന്നതിന് പകരം ഡിഫാൾട്ടായിട്ടൊരു 6 ലെവൽ ഹെഡിങ് സെറ്റിങ് HTML-നകത്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് H1 മുതൽ H6 വരെയാണ്. H1 മുതൽ H6 വരെയുള്ള 6 ലെവൽ ഓഫ് ഹെഡിങ്. H1 ഏറ്റവും വലിയ സൈസായിരിക്കും, H6 കുറഞ്ഞ സൈസ് ഉള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് H1 മുതൽ H6 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, ഒരു ടാഗ് നമ്മൾ കൊടുത്ത് അതിനകത്ത് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസിലായിരിക്കും വെബ്സൈറ്റിനകത്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ HR ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ്: ഒന്ന് അലൈൻ. അതിന് വരാവുന്ന 3 വാല്യൂസാണ് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. നമ്മൾ ഹെഡിങ് കൊടുക്കുമ്പോൾ അത് ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഹെഡിങ് ആണെങ്കിൽ സൈഡിൽ വരാം, മെയിൻ ഹെഡിങ് ആണെങ്കിൽ അത് സെൻറ്ററിലായിരിക്കും, ചില ഹെഡിങ് നമ്മൾ റൈറ്റിൽ കൊടുക്കും. അപ്പോൾ അത് എവിടെ വരണം, ഹെഡിങ് എവിടെയാണ് വരേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അതിന് 3 വാല്യൂസാണുള്ളത്: ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. ഹെഡിങ് ടാഗ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. H1 മുതൽ H6 വരെയുള്ള 6 ഹെഡിങ്ങും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബോഡി ടാഗിനകത്താണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. 6 ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക എന്ന് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെയായിരിക്കും കാണുന്നത്. H1 കൊടുത്തതാണ് ഹെഡിങ് 1 എന്ന് പറയുന്നത്, H2 കൊടുത്തതാണ് ഹെഡിങ് 2, കുറച്ച് സൈസ് കുറയും. അങ്ങനെ സൈസ് കുറഞ്ഞ് H6 ആണ് ഏറ്റവും അവസാനത്തത്. ക്ലിയർ? ഇനി മറ്റൊരു ടാഗാണ് P ടാഗ്. ഒരു പാരഗ്രാഫ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് P ടാഗ്. P ടാഗ് ഡിഫൈൻസ് എ പാരഗ്രാഫ്. അതിൻ്റെ ആട്രിബ്യൂട്ട് അലൈൻ. അലൈൻ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള എല്ലാ ടാഗിനും അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ഒരു പാരഗ്രാഫ് എവിടെ അലൈൻ ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പാരഗ്രാഫിൻ്റെ അലൈൻ ആട്രിബ്യൂട്ട്. അതിന് വരാവുന്ന വാല്യൂസ് നേരത്തെ നമ്മൾ കണ്ട ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. സാധാരണ വേർഡിലൊക്കെ നമ്മൾ കാണുന്ന പോലെ സൈഡൊക്കെ ഒരേപോലെ ആക്കിയിട്ട് ഉള്ള ആ രീതിയിലുള്ളതാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 4 വാല്യൂസും അതിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാം. മറ്റൊരു ടാഗാണ് BR ടാഗ്. ലൈൻ, BR എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്നാണ്, ലൈൻ ബ്രേക്ക്. നമ്മൾ CPP-ലൊക്കെ /n ഇട്ട് നെക്സ്റ്റ് ലൈനിക്ക് ചാടിക്കുമല്ലോ, അതേപോലെ ഇതിനകത്ത് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ കാണിച്ചു, ഒരു കണ്ടൻറ്റ്, ഒരു വരി സാധാരണഗതിയിൽ ഒരു സിംഗിൾ ലൈനിലാണ് വരിക. എവിടെ ലൈൻ ബ്രേക്ക് ചെയ്യണോ അവിടെ BR കൊടുക്കണം നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രൗസറിൻ്റെ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വരും. നമുക്ക് എവിടെയെങ്കിലും ലൈൻ ബ്രേക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗീവ് BR ടാഗ് ദർ. അതൊരു empty ടാഗാണ്. BR ടാഗ് ഈസ് എ empty ടാഗ്. HR ടാഗും, HR നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഏതാ ഹെഡിങ് ടാഗ് പറഞ്ഞു. ഹെഡിങ് ടാഗ് എന്താണ്? കണ്ടെയ്നർ ടാഗാണ്. ബിക്കോസ് ആ ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡിങ് കൊടുക്കുന്നത്. BR പറഞ്ഞു, P പറഞ്ഞു, H1 മുതൽ H6 വരെയുള്ള H2, H3, H4, H5, H6. ഇതിൻ്റെ Pയും BRും തമ്മിലുള്ള വ്യത്യാസം. P ടാഗ് ഒരു പാരഗ്രാഫ് ചെയ്യാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ P തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു തൊട്ട് മുമ്പ് ഒരു ബ്ലാങ്ക് ലൈൻ ഇൻസേർട്ട് ചെയ്യും. പാരഗ്രാഫ് വേറെ മാറി നിൽക്കാൻ വേണ്ടി, പാരഗ്രാഫായിട്ട് തന്നെ കാണാൻ വേണ്ടി ആ ലൈനിൻ്റെ തൊട്ട് മുമ്പ് ഒരു ബ്ലാങ്ക് ലൈന് ഇൻട്രൊഡ്യൂസ് ചെയ്യും.
എന്ന് പറഞ്ഞാൽ അടുത്ത ലൈന് ഒരു ബ്ലാങ്ക് ലൈന് കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈന് വരുന്നത്. നേരെ മറിച്ച് ബി ആർ എന്ന് പറയുന്നത് ഒരു പുതിയ ബ്ലാങ്ക് ലൈൻ അവിടെ ഇൻസേർട്ട് ചെയ്യില്ല. നേരെ മറിച്ച് അടുത്ത എഴുത്ത് എന്ത് ചെയ്യും, അടുത്ത ലൈനിലേക്ക് ചാടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ബ്ലാങ്ക് ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല ബി ആർ ആകുമ്പോൾ. നേരെ മറിച്ച് പി ആകുമ്പോൾ അതിൻ്റെ മുന്നിലും ബാക്കിലും തുടക്കത്തിലും അവസാനത്തിലും ഒരു ബ്ലാങ്ക് ലൈന് നമുക്ക് കാണാൻ പറ്റും. ഇതാണൊരു വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന് ബി ആർ എം ടി ടാഗാണ്, പി കണ്ടെയ്നർ ടാഗ് ആണ്. മറ്റൊരു ടാഗാണ് എച്ച് ആർ ടാഗ്, ഹൊറിസോണ്ടൽ റൂൾ എന്നാ പറയാം, ഹൊറിസോണ്ടൽ ലൈന്. നമ്മൾ വെബ് പേജിനകത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഇതേപോലെ ലൈന് വരക്കണം നോക്കുക. ആ ലൈന് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എച്ച് ആർ, ഹൊറിസോണ്ടൽ റൂൾ. അതിന് 3 ആട്രിബ്യൂട്ടാണുള്ളത്. ഒന്ന് സൈസ്, ആ ലൈനിൻ്റെ സൈസ് എത്രയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈനിൻ്റെ തിക്നെസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എത്ര തിക്നെസ് വേണം. വിടുത്ത് എന്ന് പറയുന്നത് ആ ലൈനിൻ്റെ വിടുത്ത്, ഈ വിൻഡോയിൽ എത്ര ഏരിയ കവർ ചെയ്ത് വരണം. ഇവിടെ ഇപ്പോൾ ഇതുവരെയാണ് കവർ ചെയ്ത്, ഒരു 80% ആണ് ഇവിടെ കവർ ചെയ്ത് ഈ ലൈന്. ഇവിടെ എത്തിയ 100% ആയി. പകുതി ലൈന് മതിയെങ്കിൽ ഒരു 50% കൊടുക്കാം. അതേപോലെ ലൈനിൻ്റെ അലൈൻമെൻറ്റ്, വലിയ ലൈനാണെങ്കിൽ അലൈൻ ചെയ്യേണ്ടാവില്ല. ചെറിയ ലൈനാണെങ്കിൽ അത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ സെൻട്രലാണോ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ സൈസ് കൊടുക്കുന്നത് പിക്സൽ അല്ലെങ്കിൽ ടിപ്സിലാണ്. വിടുത്ത് കൊടുക്കുന്നത് നമുക്ക് പിക്സലിൽ കൊടുക്കാം അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ കൊടുക്കാം. പെർസെൻറ്റേജിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടുക. മറ്റേത് എത്ര പിക്സലാണ് എന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് പെർസെൻറ്റേജിൽ കൊടുക്കുന്നതായിരിക്കും നന്നാവുക. സൈസ് എന്ന് പറയുന്നത് തിക്നെസ്സാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1, 2, 3, 4 സൈസ് തിക്നെസ് എത്രയോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. 4ാമത്തെ ആട്രിബ്യൂട്ടാണ് കളർ, ലൈനിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. 5 നോ ഷെയ്ഡ്, സ്പെസിഫൈസ് ഇഫ് ലൈൻ ഷുഡ് ഹാവ് ഷാഡോ എഫക്റ്റ് ഓർ നോട്ട്. ലൈനിനൊരു ഷാഡോ എഫക്റ്റ് വേണോ വേണ്ടേ. നോ ഷെയ്ഡ് കൊടുത്താൽ ഷാഡോ എഫക്റ്റ് ഉണ്ടാകും. ടാഗ് ഈസ് സെൻറ്റർ ടാഗ്. നമുക്കൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഹെഡിങ് ഒക്കെ സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നൊരു ടാഗാണ് സെൻറ്റർ ടാഗ്. സ്പെല്ലിങ് ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതുന്ന പോലുള്ള സ്പെല്ലിംഗ് അല്ല, CENTER. എന്താണോ സെൻട്രലാക്കേണ്ടത് അത് ഇതിനകത്ത്, ഈ ടാഗ് പെയറിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഇതിനകത്ത് ചില ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളുണ്ട്. ദർ ആർ സം ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. നമ്മൾ വേർഡിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയറിലൊക്കെ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ, ഇറ്റാലിക് ആക്കാൻ, അണ്ടർലൈൻ ആക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫെസിലിറ്റി അതിനകത്തുണ്ട്. HTML-നകത്ത് ഈ പറഞ്ഞതൊക്കെ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ ടാഗുകൾ ആവശ്യമാണ്. യൂസ്ഡ് ടു ഫോർമാറ്റ് ദ ടെക്സ്റ്റ്. അതിൽപ്പെട്ടതാണ് 1 B, ഡിസ്പ്ലേസ് ദ കണ്ടന്റ് ഇൻ ബോൾഡ് ഫേസ്. ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടിയാണ് B യൂസ് ചെയ്യുന്നത്. I ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടി, U അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ കണ്ടെയ്നർ ടാഗാണ്. എന്താണോ ഇറ്റാലിക്സ് ആക്കേണ്ടത് അത് ഐൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഇടയിൽ എഴുതാം. യെസ്, ആ ലൈനിൻ്റെ മേലൊരു വര വരക്കണം നോക്കുക. അതിനാണ് സ്ട്രൈക്ക് അല്ലെങ്കിൽ യെസ് എന്ന് യൂസ് ചെയ്യുന്നത്. ബിഗ് ടാഗ്, ഒരു ഏതെങ്കിലും ടെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി സൈസ്, സാധാരണ നോർമൽ ടെക്സ്റ്റിനേക്കാളും കുറച്ചും കൂടി സൈസ് കൂടുതലായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ബിഗ് ടാഗ്. അതേപോലെ സാധാരണ ടെക്സ്റ്റിനേക്കാളും ചെറുതായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് സ്മോൾ ടാഗ് യൂസ് ചെയ്യുക. സ്മോൾ എഴുതുക, കണ്ടന്റ് എഴുതുക, സ്മോൾ ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ സൈസ് എന്തായിരിക്കും, കുറച്ചും കൂടി സാധാ ഫോണ്ടിനേക്കാളും കുറച്ച് സൈസ് കുറവുള്ളതായിരിക്കും. മറ്റൊന്നാണ് സ്ട്രോങ് ടാഗ്. സ്ട്രോങ് ടാഗ് ഒന്ന് എംഫസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ബോൾഡ് ആക്കാൻ, ഒന്ന് സ്ട്രോങ് ആക്കാൻ എന്ന് പറഞ്ഞാൽ ബോൾഡ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് സ്ട്രോങ്. ബോൾഡിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്ട്രോങ്ങും യൂസ് ചെയ്യാം. സ്ട്രോങ് എംഫസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് സ്ട്രോങ്. അതേപോലെ ഒരു ടാഗാണ് EM, ഒന്ന് എംഫസൈസ് ചെയ്യാൻ. ഇപ്പോൾ ചില കൊട്ടേഷൻസ് ഒക്കെ ചില സൈറ്റിലൊക്കെ, നമ്മുടെ DHSCയുടെ ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിനകത്ത് നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കൊട്ടേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഇറ്റാലിക്സ് ഫോണ്ടിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചില പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട ചില സംഗതികളൊക്കെ നമുക്കൊന്ന് ഇറ്റാലിക്സ് കാണിക്കാൻ വേണ്ടി
EM എന്ന് പറഞ്ഞ ടാഗ്, എംഫസൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എംഫസിസ് ഇറ്റാലിക്സിൽ ആയിരിക്കും വരിക. നമുക്ക് കാണുമ്പോൾ ഇറ്റാലിക്സിലാണ് അത് ഡിസ്പ്ലേ ചെയ്യുക. ഇറ്റാലിക്സ് കൊടുക്കുന്ന അതേ എഫക്റ്റാണ് EM. ബോൾഡ് കൊടുക്കുന്ന അതേ എഫക്റ്റാണ് ഇത് സ്ട്രോങ് എന്ന് പറയുന്നത്. ഇനി മറ്റു രണ്ട് പ്രധാനപ്പെട്ട ടാഗുകളാണ് സബ്, SUP. നിങ്ങൾ ചില മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് x² + y² അല്ലെങ്കിൽ a+b², കെമിക്കൽ ഇക്വേഷൻസ് 2H2 + O2 = 2H2O, ഇങ്ങനെ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷനൊക്കെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടും സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടും എഴുതേണ്ടി വരും. അങ്ങനെ എഴുതുമ്പോൾ യൂസ് ചെയ്യാവുന്ന രണ്ട് പ്രധാനപ്പെട്ട ടാഗുകളാണ് സബ്, SUP, സൂപ്പർ. SUP സബ്സ്ക്രിപ്റ്റ് ഡിഫൈൻ ചെയ്യാനാണ്, SUP സൂപ്പർസ്ക്രിപ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണോ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വേണ്ടത് അത് നിങ്ങൾ ഈ ടാഗിനകത്ത് കൊടുക്കണം. ഇപ്പോൾ H2O എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ H എഴുതിയിട്ട് സബ് എഴുതുക, 2 സബ് ക്ലോസ് ചെയ്യുക. അപ്പോഴാണ് H2O അല്ലെങ്കിൽ H2SO4 എന്ന് വരുന്നതിന് കാണിച്ചതാണ് ഇവിടെ. H2SO4 വരണമെങ്കിൽ ആ 2ഉം 4ഉം എന്താണ്, സബ്സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ആ 2ഉം 4ഉം സബ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് എൻക്ലോസ് ചെയ്യണം. മറ്റേത് ഇവിടെ Hഉം Oയും Sഉം Oയും ചെയ്യണമെന്നില്ല, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടത് ചെയ്താൽ മതി. മറ്റേത് വെറുതെ ജസ്റ്റ് എഴുതി കൊടുത്താലും മതി. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയില്ലെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. പക്ഷേ ഇത് എഴുതണം. 2, 4 എന്നുള്ളത് എന്ത് ചെയ്യണം, ഈ ടാഗിനകത്ത് എൻക്ലോസ് ചെയ്താലേ സബ്സ്ക്രിപ്റ്റ് ആയിട്ടത് വരികയുള്ളൂ. ഓക്കെ. അതേപോലെ മറ്റൊന്നാണ് N2 + H2 = 2NH3. അവിടെ 3ഉം 2ഉം 2 ഒക്കെ സബിനകത്താണ് വരേണ്ടത്. ബ്ലോക്ക് ക്വാട്ട്, കൊട്ടേഷൻസ്, ലോങ് കൊട്ടേഷൻസ്, ഒന്നിലധികം വരികൾ ഉൾക്കൊള്ളുന്ന കൊട്ടേഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലോക്ക് കോട്ട് അല്ലെങ്കിൽ Q എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. ചില സൈറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കൊട്ടേഷൻസ്. പ്രീ, ഞാൻ നേരത്തെ ഫസ്റ്റ് HTML പേജ് ചെയ്തപ്പോൾ കണ്ടു, നമ്മൾ എങ്ങനെയാണോ ടെക്സ്റ്റ് കൊടുക്കുന്നത് അത് അതേപോലെ അല്ല വരുന്നത്. പുതിയ ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് BR കൊടുക്കണം, അങ്ങനെയുള്ള അതിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ നമ്മളൊരു പ്രീ ഫോർമാറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുക്കുകയാണ്, ഒന്നാമത്തെ പേര് എഴുതി, ഹൗസ് നെയിം എഴുതി, ഇത് ഓരോന്ന് കഴിഞ്ഞിട്ട് BR കൊടുക്കുന്നതിന് പകരം നമുക്കൊരു പ്രീ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുന്ന രീതിയിൽ നെയിം, ഹൗസ് നെയിം, പോസ്റ്റ്, ഡിസ്ട്രിക്ട്, ആ രീതിയിൽ അങ്ങനെ ആ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വരാൻ വേണ്ടി ഓരോ ലൈനിലും BR കൊടുക്കുന്നതിന് പകരം നമുക്കൊരു പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആയിട്ട് അവിടെ എങ്ങനെയാണോ എഴുതിയത് അതേപോലെ വെബ്സൈറ്റിനകത്തും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് പ്രീ എന്ന് പറയുന്നത്. പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിസ്പ്ലേസ് ടെക്സ്റ്റ് ഇൻ എക്സാക്ട്ലി ദ സെയിം ക്യാരക്ടേഴ്സ്, എക്സാക്ട്ലി ദ ക്യാരക്ടേഴ്സ് ആൻഡ് ലൈൻ സ്പേസിംഗ് റിട്ടേൺ ഇൻ ദ സോഴ്സ് ഡോക്യുമെന്റ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അവിടെ എങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിൽ എങ്ങനെയാണ് എഴുതിയത് അതേപോലെ സൈറ്റിലും ഡിസ്പ്ലേ ചെയ്യും. നോർമൽ കേസിൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനാവശ്യമായ ടാഗ് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ പ്രീക്കകത്താണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യും, ആ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും. മറ്റൊന്നാണ് അഡ്രസ് ടാഗ്, ഡിഫൈൻസ് ദ അഡ്രസ്. നിങ്ങളൊരു സൈറ്റിനകത്ത് അഡ്രസ്സൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ അഡ്രസ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യേകം അവിടെ എടുത്ത് കാണിക്കും. ഓക്കെ. മാർക്ക് യു, നിങ്ങൾക്ക് സ്ക്രോളിംഗ് ടെക്സ്റ്റ് കാണണം നോക്കുക. ഒരു സൈറ്റിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, മേലെന്ന് താഴേക്കോ അല്ലെങ്കിൽ ഇടത്തുനിന്ന് വലതേക്കോ വലത്തുനിന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് മാർക്ക് യു എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ്, ഒന്ന് ഹൈറ്റ്, വിഡ്ത്ത്. ആ മാർക്ക് യു ഏരിയയുടെ ഹൈറ്റും വിഡ്ത്തുമാണ് ഉദ്ദേശിക്കുന്നത്. സൈറ്റിലെ വിൻഡോയിൽ എത്ര ഏരിയ വരണം എന്നുള്ളത്, ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. അതേപോലെ 2, അത് പിക്സലിലാണ് കൊടുക്കുക. ഹൈറ്റ് വിറ്റ് 600, 200, 300 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര സൈസിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. 2, H സ്പേസ് ആൻഡ് V സ്പേസ് ഡിഫൈൻസ് എ സ്പേസ് ബിറ്റ്വീൻ മാർക്ക് യു ആൻഡ് ദ സറൗണ്ടിങ് ടെക്സ്റ്റ്. മാർക്യും അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ടെക്സ്റ്റ് വേറെയും ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിലുള്ള സ്പേസ്, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള സ്പേസ് എത്രയാണ് ഉള്ളത് എന്ന് സ്പെസിഫൈ ആണ്. അതും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. സ്ക്രോൾ എമൗണ്ട് ആൻഡ് സ്ക്രോൾ ഡിലേ
സ്പീഡ്, എത്ര സ്പീഡിലാണത് പോകേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സ്ക്രോൾ എമൗണ്ട്. സ്ക്രോൾ ഡിലേ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്, ഒന്നാമത്തെ പോയി കഴിഞ്ഞ് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്തത് മൂവ്മെൻറ്റ് വരേണ്ടത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അതൊക്കെ ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ബിഹേവിയർ, ഇറ്റ് ഡിഫൈൻസ് ദ ടൈപ്പ് ഓഫ് സ്ക്രോളിംഗ്. എങ്ങനെയാണ് ഈ സ്ക്രോളിംഗ് ബിഹേവ് ചെയ്യേണ്ടത്? 3 വാല്യൂസ് ആണ്: സ്ക്രോൾ, സ്ലൈഡ് ആൻഡ് ആൾട്ടർനേറ്റ്. അത് മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ, ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓരോന്നും വാല്യൂ എടുത്ത് ചെയ്ത് നോക്കിയാൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് ലൂപ്പ്. എത്ര പ്രാവശ്യം ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം? ഡിഫോൾട്ട് വാല്യൂ ഇൻഫിനിറ്റ് ആണ്. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സൈറ്റ് ഓഫ് ആക്കുന്നത് വരെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, നമുക്കൊരു 2, 3, 4 പ്രാവശ്യം വന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ലൂപ്പിൻ്റെ അവിടെ എന്ത് ചെയ്താൽ മതി, ആ നമ്പർ കൊടുത്താൽ മതി. ഡയറക്ഷൻ, ഈ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ നമുക്കതിനകത്ത് കൊടുക്കാം. ഇനി മറ്റൊരു ടാഗാണ് DIV, ഡിവിഷൻ or a section in an HTML document. Defines a division or a section in an HTML document. ഒരു HTML ഡോക്യുമെൻറ്റിനകത്ത് ഒരു സെക്ഷൻ തിരിക്കണം. ഇപ്പോൾ ഒരുപാട് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ളൊരു ഫോമാണെന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഏകജാലകത്തിൻ്റെ ഫോം തന്നെ കൺസിഡർ ചെയ്യാം. അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഒരു ഭാഗത്ത് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾ കൊടുക്കുന്ന സ്കൂൾ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സെക്ഷൻസിനെ ഓരോ ഡിവിഷനാക്കി വേറെ എടുത്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് DIV എന്ന് പറയുന്നത്. അതിന് 2 വാല്യൂ ഉണ്ട്, ID ഉണ്ട്, അസൈൻസ് ആൻ ഐഡൻറ്റിഫയർ ടു ദ ടാഗ്. അതേപോലെ സ്റ്റൈലുണ്ട്. സ്റ്റൈൽ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സെക്ഷന് പ്രത്യേകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോണ്ടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ടാഗാണ് ഫോണ്ട്. നിങ്ങളൊരു വെബ്സൈറ്റിനകത്തുള്ള എഴുത്തിൻ്റെ ഫോണ്ട് സെറ്റിംഗ് തീരുമാനിക്കുന്നത് ഈ ടാഗാണ്. അതിന് 3 ആട്രിബ്യൂട്ടാണുള്ളത്. ഒന്ന് ഫേസ്, ഏത് ഫോണ്ടിൻ്റെ പേരെന്താണെന്നുള്ളത്, ഫോണ്ട് നെയിം, ഏരിയലാണോ, ടൈംസ് ന്യൂ റോമൻ ആണോ, അതുപോലെ മലയാളത്തിലെ ഫോണ്ടുകൾ ഏതെങ്കിലും ആണോ, ഇതൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം. കൊട്ടേഷനകത്ത് ആ പേര് കൊടുത്താൽ മതി, സ്പെല്ലിങ് തെറ്റാതെ. 2 സൈസ്, ഫോണ്ടിൻ്റെ സൈസ് ഡിഫോൾട്ട് വാല്യൂ 3 ആണ്. അവിടുന്ന് അങ്ങോട്ട് 4, 5, 6 ആകുമ്പോൾ സൈസ്, സൈറ്റിനകത്തുള്ള കണ്ടൻറ്റിൻ്റെ സൈസ് കൂടി വരും. 3ാമത്തെ ആട്രിബ്യൂട്ട് കളർ, ഫോണ്ടിൻ്റെ കളർ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ്. ഓക്കെ, ഇനി എസ്കേപ്പ് സീക്വൻസസ്. നമ്മൾ HTML-നകത്ത് യൂസ് ചെയ്യുന്ന ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ പ്രത്യേക ക്യാരക്ടേഴ്സ് അതേപോലെ വെബ്സൈറ്റിനകത്ത് നമ്മൾ എഡിറ്ററിനകത്ത് കൊടുത്താൽ അത് ഡിസ്പ്ലേ ചെയ്യില്ല. കാരണം അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടി. ഇപ്പോൾ ലെസ് ദാൻ, നിങ്ങൾ A<B എന്ന് എഴുതി നോക്കുക. ആ A<B എന്ന് അവിടെ എഴുതി കാണിക്കില്ല, അതേപോലെ എഴുതി കാണിക്കില്ല. കാരണം ഈ ലെസ് ദാൻ എന്നുള്ളത് എന്താണ്, ഒരു ടാഗിന് നമ്മൾ യൂസ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ A<B എന്ന് പറയുമ്പോൾ ഈ കമ്പൈലർ അല്ലെങ്കിൽ ബ്രൗസർ വിചാരിക്കുന്നു B എന്ന് പറഞ്ഞാൽ ഇത് ടാഗ് ഇയാൾ എഴുതിയിട്ട് അത് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. അല്ലെങ്കിൽ A എന്ന് പറഞ്ഞാൽ വേറെ ടാഗ് ഉണ്ട്, അതിൻ്റെ ക്ലോസിങ്ങിന് പകരം ഓപ്പണിംഗ് ആണ്, തിരിച്ചാണിട്ടത് എന്നൊക്കെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ രീതിക്കാണ് നമ്മൾ ഇതിനെ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആംബ്രസെൻ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് ആംബ്രസെൻ്റ് AMP എന്ന് എഴുതണം, എന്നാലേ ഈ സിമ്പൽ അവിടെ പ്രിൻ്റ് ചെയ്ത് വരുള്ളൂ. അതേപോലെ ലെസ് ദാൻ വേണമെന്നുണ്ടെങ്കിൽ ആംബ്രസെൻ്റ് LT, ആ സിമ്പൽ LT. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ആംബ്രസെൻ്റ് GT. കോപ്പിറൈറ്റിൻ്റെ സിമ്പൽ വേണമെന്നുണ്ടെങ്കിൽ ആംബ്രസെൻ്റ് കോപ്പി. രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിൻ്റെ സിമ്പൽ വേണമെന്നുണ്ടെങ്കിൽ ആംബ്രസെൻ്റ് REG. ഇതാണ് ഇതിൽ കൊടുക്കുന്ന രീതികൾ. ഇനി കമൻസ് ഇൻ HTML. നിങ്ങൾ CPP-യിൽ കമൻറ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ് കമൻറ്റ്? CPP-യുടെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യാറുണ്ടതില്ലാത്ത കോഡുകളാണ് കമൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഡബിൾ സ്ലാഷും അല്ലെങ്കിൽ സ്ലാഷും സ്റ്റാറും വെച്ചിട്ടാണ് CPP-യിൽ കമൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയും നമുക്ക് കമൻറ്റുകൾ കൊടുക്കാം. അത് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ലെസ് ദാൻ
എക്സ്ക്ലമേറ്ററി ഐഫൺ അതാണ് ഓപ്പണിങ് സ്റ്റാർട്ടിങ്. ദെൻ എഴുതാനുള്ള ഇതൊക്കെ കമൻ്റായിട്ട് എഴുതാനുള്ള സംഗതികളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് തിരിച്ചിടുക. ഐഫൺ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഇതാണ് ഏത് കമൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് കൊടുത്താൽ ആ ഭാഗം എന്ത് ചെയ്യില്ല, ബ്രൗസർ അത് മൈൻഡ് ചെയ്യില്ല. അത് യൂസർക്ക് പിന്നീടൊന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഉള്ളതാണ്. ഇൻസേർട്ടിങ് ഇമേജസ്. ഒരു വെബ് പേജിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. ഇമേജ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, അതിനു വേണ്ടിയാണ് IMG എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. IMG അതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ്: ഒന്ന്, SRC സ്പെസിഫൈസ് ദ നെയിം ഓഫ് ഇമേജ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഇമേജിൻ്റെ പേര് നമ്മളവിടെ പറയണം കംപ്ലീറ്റ് പാത്ത് വെച്ചിട്ട്. രണ്ട്, അലൈൻ കൺട്രോൾസ് ദ അലൈൻമെൻറ്റ് ഓഫ് ദ ഇമേജ്. ഇമേജ് എവിടെ വരണം. 3 വാല്യൂ ആണുള്ളത്: ടോപ്പ്, മിഡിൽ, ബോട്ടം. 3, വിഡ്ത്ത്. ഇമേജിൻ്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുന്നു. ഹൈറ്റ്, ഇമേജിൻ്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുന്നു. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമേജ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് അവിടെ ഉള്ള സൈസിൽ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ രൂപം ഇതൊക്കെ ആകെ മാറും. അതിൻ്റെ അലൈൻമെൻറ്റും ലേഔട്ടൊക്കെ ആകെ മാറും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ഇമേജ് എത്ര വലുപ്പം ഉണ്ടായിക്കോട്ടെ, ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ നമ്മൾ അവിടെ വലിയൊരു ഇമേജ് ആണെങ്കിൽ ഇവിടെ ഒരു പാസ്പോർട്ട് സൈസിൻ്റെ അത്ര വലുപ്പത്തിലേക്ക് അതിനെ ഒതുക്കണം. അതിനുവേണ്ടിയാണ് ഹൈറ്റും വിഡ്ത്തും യൂസ് ചെയ്യുന്നത്. പിക്സലിലാണ് പറയുക, അല്ലെങ്കിൽ പെർസെൻറ്റേജിലും പറയാം. 5, ആൾട്ട്. ചില ബ്രൗസറിൽ അല്ലെങ്കിൽ നെറ്റിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ ഇമേജ് ലോഡ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ ആ ഇമേജ് ലോഡ് ചെയ്യുമ്പോൾ അവിടെ മൗസ് പോയിൻ്റർ വെച്ചാൽ അവിടെ ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് എന്തിൻ്റെ ഇമേജാണ്. അങ്ങനെയുള്ളൊരു ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ആൾട്ട് യൂസ് ചെയ്യുന്നത്. 6ാമത്തെ ഒരെണ്ണമാണ് V സ്പേസ് H സ്പേസ്. കൺട്രോൾസ് ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്പേസിംഗ് ബിറ്റ്വീൻ ഇമേജസ് ഇൻ ദ വെബ് പേജ്. ഇമേജിനകത്തുള്ള ഇമേജും വെബിനകത്തുള്ള കണ്ടൻറ്റും തമ്മിലുള്ള സ്പേസിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഇതിനകത്ത് നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. റൂട്ടർ, ഇൻ്റർനെറ്റിനകത്ത് റൂട്ടറിൻ്റെ പ്രാധാന്യം എന്തിനാണ്, ഡാറ്റ പാക്കറ്റുകളെ റൂട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ റൂട്ടറിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. റൂട്ടാണ് ഇത് നമ്മൾ ഇൻ്റർനെറ്റിലൂടെ പാസ് ചെയ്യുന്ന ഓരോ ഡാറ്റയും വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടി ഇടയിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് റൂട്ടർ എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഈ ഡാറ്റ പാക്കറ്റൊക്കെ കടന്നു പോകുന്നത്. അതേപോലെ മെസ്സേജ് ഹാൻഡിൽ ചെയ്യാനുള്ള TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP പ്രോട്ടോക്കോൾ, അത് എങ്ങനെയാണ് വീഡിയോ ഇ-കൊമേഴ്സ് പോലെയുള്ള സൈറ്റിലൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ആ പ്രോട്ടോക്കോളാണ് അവിടെയൊക്കെ ഡീൽ ചെയ്യുന്നത്. അതേപോലെ CSS എന്തിനാണ്, യൂണിഫോം സ്റ്റൈൽസ് ടു ആൻ എൻറ്റയർ വെബ് പേജ്. മൊത്തം വെബ് പേജിനൊരു യൂണിഫോമിറ്റി, സ്റ്റൈലിലൊരു യൂണിഫോമിറ്റി കൊടുക്കാൻ വേണ്ടി ആണ് CSS യൂസ് ചെയ്യുന്നത്. അതേപോലെ സോഫ്റ്റ്വെയർ പോഡ്സ്, ഓരോ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പോഡ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. HTML ക്രിയേറ്റഡ് ബൈ ടിം ബേണേഴ്സ്ലി, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ടിം ബേണേഴ്സ്ലി എന്ന് പറഞ്ഞ ആളാണ് HTML ഡെവലപ്പ് ചെയ്തത്. ടാഗ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, CPP-യിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കേസ് സെൻസിറ്റീവ് ആണ്. ഇവിടെ സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും അത് ഒരേപോലെയാണ് എടുക്കുന്നത്. ഓക്കെ. സോഫ്റ്റ്വെയർ പോർട്ട് 16 ബിറ്റ് വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. HTML ഡോക്യുമെൻറ്റിന് 2 പാർട്ടുണ്ട്, ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ പഠിച്ച സംഗതികളൊന്ന് സമ്മറൈസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത്